ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭയങ്ങൾ മാറ്റി സന്തോഷം നിറയ്ക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കാം. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ ഭയങ്ങളെ ദൂരെ അകറ്റി സമാധാനത്തിൻ്റെ ദൂതുമായി മിശിഹ വരുന്ന കാലം. കുരിശു വരച്ച് ദിവസം ആരംഭിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 10. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഭയപ്പെടേണ്ട. ഡോണ്ട് ബി അഫ്രൈഡ്. ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്നാണ് ഇടയന്മാരോട് മാലാഖമാർ പറഞ്ഞുകൊടുത്ത സുവിശേഷം. മിശിഹായുടെ വരവ് നിങ്ങളിൽ ഭയമല്ല ഉണർത്തേണ്ടത്, സന്തോഷമാണ്. ഇടയന്മാർ ഉറക്കമിളച്ച് ആടിന് കാവലിരിക്കുന്ന നേരത്തായിരിക്കണം മാലാഖമാർ വന്നത്. നമ്മളും ഉറക്കമിളച്ച് ഭയപ്പെട്ടിരിക്കുന്ന രാത്രികളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിലെ ചില സാഹചര്യങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന ചില വേദനകൾ, ചുറ്റുപാടുനിന്ന് വരുന്ന ആക്രമണങ്ങൾ, ഇതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കും. ആ ഭയത്തിൻ്റെ മധ്യേ കർത്താവ് പറയുന്നു, ഡോണ്ട് ബി അഫ്രൈഡ്. ഭയപ്പെടാതിരിക്കുക. ക്രിസ്മസ് നൽകുന്ന സന്ദേശം അതാണ്. ഭയത്തെ ഞാനിതാ തകർക്കുകയാണ്. മനുഷ്യന്റെ ഭയത്തിനുമേൽ കർത്താവിൻ്റെ സ്നേഹം, അവൻ്റെ സമാധാനം നമ്മെ പൊതിയുന്ന, ആനന്ദം നൽകുന്ന തിരുനാളാണ് ക്രിസ്മസ്. കർത്താവ് പറയുന്നു, ഞാൻ നിന്നോടൊപ്പമുണ്ട്, ഞാൻ കൂടെ വന്നു നിൽക്കുകയാണ്, ഭയപ്പെടാതിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഏറെ ആകുലതകളുടെ, ഭയങ്ങളുടെ നടുക്ക് നമ്മളിങ്ങനെ നമ്മുടെ ആട്ടിൻപറ്റങ്ങളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു നേരത്ത് മാലാഖ വന്നിട്ട് ഇതേ കാര്യം നമ്മോട് പറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോയെ, ഞങ്ങളുടെ ഭയങ്ങൾ നീക്കുന്ന കർത്താവ് തമ്പുരാനെ, എൻ്റെ ഉത്കണ്ഠയുടെ, എൻ്റെ ഭയങ്ങളുടെ രാത്രികാലങ്ങളിൽ നിന്റെ ആശ്വാസം എനിക്ക് പകരണമേ. ഉറപ്പുള്ള പാറയായി എൻ്റെ ചാരത്ത് ഉണ്ടാകണമേ. ഈശോ, വല്ലാണ്ട് പരിഭ്രാന്തരായി പോകുന്ന ഞങ്ങളെ നിന്റെ സമാധാനം കൊണ്ട് നീ പൊതിയണമേ. എൻ്റെ ഹൃദയത്തിന് നീ ശാന്തത പകരണമേ. എൻ്റെ ചിന്തകളെ നീ ക്രമീകരിക്കണമേ. എൻ്റെ മനസ്സിൽ നീ നിന്റെ ധൈര്യം നിറയ്ക്കണമേ. കർത്താവേ, ഇടയന്മാർക്ക് ആ രാത്രികാലത്ത് സ്വർഗത്തിൻ്റെ സുവിശേഷം, സന്തോഷ വാർത്ത കേൾക്കാൻ കഴിഞ്ഞതുപോലെ ഞാൻ കടന്നു പോകുന്ന ഈ രാത്രിയുടെ അനുഭവത്തിൽ എനിക്കായും നീ ഒരു സുവിശേഷം, ഒരു നല്ല വാർത്ത ഒരുക്കി വെക്കണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും പരിശ്രമങ്ങളെയും കർത്താവിന് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും നാം ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.